നമ്മുടെ വീടിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യത്തേത് നമ്മുടെ ഒരു വിഷൻ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയിൽ നമ്മളൊരു വീട് വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണച്ചെലവുള്ള, അതായത് നല്ല ഭംഗിയുള്ളൊരു വീട് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് പൈസയുടെ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മുടെ ചുറ്റും അത് കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും നമുക്ക് താമസിക്കാൻ നല്ല ഭംഗിയുള്ളൊരു സ്പേസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഒന്ന് കൺസെപ്റ്റലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഫ് ആർക്കിടെക്ട്സിൻ്റെ സഹായത്തോടു കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് വാടക വീടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെതായ പല പരിമിതികളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരുപാട് ലിമിറ്റ്സ് നമ്മൾ മറികടന്നുകൊണ്ട് ഈ വീട്ടിൽ ഒരുപാട് കംഫർട്ടും കാര്യങ്ങളും നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കെനാത്തറെ പറ്റി സംസാരിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിരുന്നു, എന്തിനാണ് ഇത്രയും സ്പേസ് കളഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പാൻ്റെ ഒരു ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഫാമിലി സ്പേസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ ഇൻഡോർസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ പുറത്ത് കാറ്റൊക്കെ കൊണ്ട് ഇവിടെ ഇരിക്കാനും, ഇപ്പോൾ ഗസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ഇരുന്ന് ചായ കുടിക്കാനും, ഇനിയിപ്പോൾ ഒരു ലഞ്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കിടക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഒരു ലൈറ്റിങ്സ്, അപ്പോൾ സാധാരണ വീടുകളിൽ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ വാം ലൈറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു മഞ്ഞ നിറം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വീട് ഭയങ്കരമായിട്ടൊരു കോൺഫിഡൻസ് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അത് കാരണം നമ്മുടെ വീട്ടിൽ ഒരു വാംത്ത് നമുക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ വീട് പണി തുടങ്ങിയ സമയത്ത് ഉപ്പ അബ്രോഡായിരുന്നു, ഞങ്ങളും വേറൊരു സ്ഥലത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. സോ ആ ഒരു സമയത്താണ് നിങ്ങളെ ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും A to Z ഇവിടുന്ന് എഫ് ആർക്കിടെക്ട്സിൻ്റെ സഹായത്തോടു കൂടിയാണല്ലോ നമ്മളിത് ചെയ്തിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഇടയിൽ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ ഒരുപാട് ഈ ഒരു വീടിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഡെയിലി സംസാരിക്കാറും മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇതിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവാത്ത സമയത്തൊക്കെ നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുമ്പോൾ പലതരത്തിലുള്ള നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, പിന്നെ അതുപോലെ ഈ നമ്മുടെ ഒരു റാംഡേത്ത് വാളിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ ഒരു ട്രസ്റ്റ് ദ പ്രോസസ് എന്നുള്ള ഒരു സംഭവത്തിൽ മുന്നോട്ട് പോവുമായിരുന്നു. പിന്നെ ഹൗസ് വാമിങ് ചെയ്യുന്ന അന്ന് രാവിലെ മൊത്തം ലൈറ്റ് ഇട്ടിട്ട് നമ്മുടെ കയ്യിൽ ആ വീട് കിട്ടിയപ്പോഴാണ് അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്തത്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സംഭവം ഇപ്പോഴും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീട്ടിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് എല്ലാവരും.